രൂപത്തിലെ അവസാനം അടിസ്ഥാനപരമായ ഒരു വിഷയം പോലും വന്നത്. നമ്മുടെ ഇടയിൽ ഇപ്പോ വലിയ ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുന്നു, വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഒരു വിഷയം ഉണ്ടല്ലോ. ഡോക്ടർ ഉസ്മാൻ സാഹിബിന് വിവരമില്ലാത്ത, ഉമർ മൗലവിക്ക് വിവരമില്ലാത്ത, സൽസബീൽ സ്വീകരിക്കാൻ പറ്റാത്ത, ഉൾക്കൊള്ളാൻ പറ്റാത്ത ആ വിഷയം ഉണ്ടല്ലോ. ആ വിഷയമാണല്ലോ ഇപ്പോഴത്തെ ജിന്ന്. അതും ഇതേ അവസ്ഥ തന്നെ. എന്താ അവസ്ഥ? ജിന്നെന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് ഇപ്പോഴും ഇവരൊരു തീരുമാനത്തിലെത്തിയിട്ടില്ല. ഇതെങ്ങനെ ഇത് കൊണ്ടു നടക്കും എന്നുള്ളത്. സംഗതി ഒന്നും ഉണ്ട് എന്ന് ഉറപ്പിച്ചേ പറ്റുള്ളൂ. പക്ഷെ ഇതെങ്ങനെ കൊണ്ടു നടക്കണമെന്ന് ഇതുവരെ മടവൂരികൾക്ക് മനസ്സിലായിട്ടില്ല. കേട്ടോളൂ അതിനൊരു ഉദാഹരണം. ഏതായാലും അബ്ദുറഹ്മാൻ സലഫി ഈ വിഷയത്തിൽ എന്താ പറയുന്നത് നമുക്കൊന്ന് കേട്ടോക്കാം. ആ കൂട്ടത്തിലൊന്ന് ഇത്തരം ഹദീസുകള് എന്ന് വിശുദ്ധ ഖുർആൻ ജിന്നിനെ സംബന്ധിച്ചു തന്നെ ഒരധ്യായം തന്നെ കാണാം. ഇങ്ങനെ ഖുർആനിലും ഹദീസിലും വന്ന ഈ ജിന്നിനെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ വന്നിട്ട് പോലും അദ്ദേഹം പറയുന്നത് അത് ബാക്ടീരിയയാണ്, വൈറസ് ആണ്. അത് അംഗീകരിക്കാൻ നിവൃത്തിയില്ല. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. എന്ന് തുടങ്ങുന്ന ആയത്തിൽ പറഞ്ഞിരിക്കുന്ന ജിന്നിനെ കുറിച്ച് അബ്ദുസ്സലാം സലഫി ബാക്ടീരിയ എന്ന് പറഞ്ഞിരിക്കുന്നു. അതാണ് ഇവിടുത്തെ പ്രശ്നം എന്നാണ് അബ്ദുറഹ്മാൻ സലഫിയുടെ കണ്ടെത്തൽ. യഥാർത്ഥത്തിൽ ഒന്നാമതായി ഇത് പച്ച നുണയാണ്. കാരണം എന്താ, ഈ ആയത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആയത്തിന്റെ വെളിച്ചത്തിൽ ജിന്ന് എന്ന് പദം വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു പദത്തിന് ബാക്ടീരിയ എന്ന അബ്ദുസ്സലാം സലഫിയല്ല കേരളത്തിലെ ഒരൊറ്റ പണ്ഡിതനും അങ്ങനെ അർത്ഥം പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ആർക്കെങ്കിലും വാദമുണ്ടെങ്കിൽ അവരെ തെളിയിക്കണം. കണ്ടോ, വെല്ലുവിളിയാ. കുല്ലൂഹിയ ഇലയ്യ അന്നഹു ഇസ്തമാ നഫറും മിനൽ ജിന്ന് എന്ന ആയത്തിനല്ല, വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒരു ആയത്തിനോ ഏതെങ്കിലും ഒരു ഹദീസിനോ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് എന്ന ആ രൂപത്തിൽ ജിന്നിന് അർത്ഥം സലാസുല്ലമി എന്നല്ല ലോകത്ത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കണം എന്നാ. ആരെങ്കിലും പറഞ്ഞിട്ട് തെളിയിച്ചാൽ മതി. ആരെങ്കിലും അല്ല, മടവൂരി അത് പറയൂ. പിന്നെ പറയുന്ന ഒരു ഖാദിയാനികളും പറയും. രണ്ടു കൂട്ടരാണ് അങ്ങനെ കാര്യമായിട്ട് പറഞ്ഞു നടക്കുന്നത്. ഒന്ന് ഖാദിയാനികള്, പിന്നെ ഇടയ്ക്ക് നമ്മുടെ മൗദൂദികൾ ചെറിയൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. അത് വേറൊരു മരുന്നായതുകൊണ്ട് ഈ ഭാഗം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ സൈഡ് എഫക്ട് ഉണ്ടാവും. അതുകൊണ്ട് തൽക്കാലം ഇവിടെ മാറ്റിയൊക്കെ വേണ്ടി വരികയാണെങ്കിൽ അവിടെ വേറെ നടത്തി തരാം. ഇതിപ്പോ തൽക്കാലം ഇവിടത്തേക്ക് മാത്രം. എന്താണ് ഈ മൗദൂദിൽ അടക്കൊരു ചെറിയ ലേഖനം എഴുതി ഈ രൂപത്തിൽ വൈറസ് ആണ്, ഫംഗസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഖാദിയാനികൾ എഴുതി, പിന്നെ അത് എഴുതിയത് മടവൂരികൾ. ആ മടവൂരികൾ എഴുതിയിട്ടുണ്ട് ഉണ്ടെങ്കിൽ കൊണ്ടുവരാനാ. കൊണ്ടുവന്നില്ല. ഞങ്ങൾ എത്ര നാളായി കൊണ്ടുവന്നിട്ട്. എന്താ മിണ്ടാത്തത്? കണ്ടോളൂ. ജിന്നി എന്ന് പറഞ്ഞ ബാക്ടീരിയ ആണ്, ഫംഗസ് ആണ്. ഖുർആന് പറഞ്ഞ ജിന്ന് ബാക്ടീരിയ, ഫംഗസ് ആണ് പറയുന്നത്. കേട്ടോളൂ. ഒന്ന് ഹദീസ്, പിന്നെ സ്ഥിരപ്പെട്ട ഹദീസിനെതിരെ, പിന്നെ സഹിയാണ് തന്നെ വൈറസിനും ഫംഗസിനും ബാക്ടീരിയക്കൊക്കെ അറബി ഭാഷയിൽ പ്രയോഗിക്കുക. ജിന്ന് തന്നെ വേറൊരു വാദം മുഹമ്മദ് നബി പ്രയോഗിച്ചില്ല പദം. എന്നാ ഇനി വേറെ മുഹമ്മദ് നബി പ്രയോഗിച്ചൊരു വേറെ പദം പറഞ്ഞുകൊണ്ടേ. വൈറസിന് മുഹമ്മദ് നബി എന്താ പ്രയോഗിച്ചത്? ബാക്ടീരിയക്ക് എന്താ പ്രയോഗിച്ചത്? ഫംഗസിന് എന്താ പ്രയോഗിച്ചത്? എന്നൊരു ബാക്ടീരിയ ആക്കിയല്ലോ ജിന്നിനെ. ഈ ഇതിനൊക്കെ അറബി ഭാഷയിൽ പ്രയോഗിക്കും. കണ്ടോ, ഖുർആനിലെ ആയത്തുകളെയും ഹദീസിലെയും വിശദീകരിച്ച ഉപരി പറയുന്നത് ബാക്ടീരിയ, ഫംഗസ്, വൈറസ് ഇതൊക്കെ ഖുർആൻ പ്രയോഗിക്കണ ജിന്ന് എന്നാ. അപ്പൊ ജിന്ന് എന്ന് പറഞ്ഞ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ആണ്. ഒരു മടവൂര് വെല്ലുവിളിക്കുക, കൊണ്ടുപോവാ, തെളിവ് കൊണ്ടുപോവാ. ഇനി ആ ഡിബേറ്റ് അവിടെ നടക്കട്ടെ, രണ്ടുപേരും കൂടി. അതങ്ങ് തീർന്നു. ആ പ്രശ്നമൊക്കെ അവസാനിച്ചിട്ട് ഒരു പ്രശ്നം തീരുമെങ്കിൽ അതല്ലേ നല്ലത്. ആ പ്രശ്നമൊക്കെ തീർന്നോട്ടെ. ഈ ആയത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആയത്തിന്റെ വെളിച്ചത്തിൽ ജിന്ന് എന്ന് പദം വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു പദത്തിന് ബാക്ടീരിയ എന്ന അബ്ദുസ്സലാം സലഫിയല്ല കേരളത്തിലെ ഒരൊറ്റ പണ്ഡിതനും അങ്ങനെ അർത്ഥം പറഞ്ഞിട്ടില്ല. വൈറസിനും ഫംഗസിനും ബാക്ടീരിയക്കൊക്കെ അറബി ഭാഷയിൽ പ്രയോഗിക്കുക. ജിന്ന് തന്നെ വേറൊരു വാദം മുഹമ്മദ് നബി പ്രയോഗിച്ചില്ല പദം. എന്നാ ഇനി വേറെ മുഹമ്മദ് നബി പ്രയോഗിച്ചൊരു വേറെ പദം പറഞ്ഞുകൊണ്ടേ. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ആർക്കെങ്കിലും വാദമുണ്ടെങ്കിൽ അവരെ തെളിയിക്കണം. വൈറസിന് മുഹമ്മദ് നബി എന്താ പ്രയോഗിച്ചത്? ബാക്ടീരിയക്ക് എന്താ പ്രയോഗിച്ചത്? ഫംഗസിന് എന്താ പ്രയോഗിച്ചത്? കണ്ടോ, പ്രശ്നം അവസാനിച്ചാലോ. അപ്പൊ ബാക്ടീരിയക്ക് റസൂൽ പറഞ്ഞ പേരാണ് ജിന്ന്, ഫംഗസിന് പറഞ്ഞ പേരാണ് ജിന്ന്, അതുപോലെ തന്നെ വൈറസിന് പറഞ്ഞ പേരാണ് ജിന്ന്. അപ്പൊ ജിന്ന് എന്ന് പറഞ്ഞാല് ബാക്ടീരിയ, ഫംഗസ്, വൈറസ് അതിനൊക്കെ ജിന്ന് എന്ന് പറയും. ഇതാ പറഞ്ഞത്. ഇവര് മതം മറന്നുപോയി. മതം ഇവർക്കില്ല, ദീനില്ല. പിന്നെ കുറെ ബെടായികർ അടിക്കുക. അതിപ്പോ നാട്ടിലെ യുക്തിവാദികൾ പ്രസംഗിക്കണില്ലേ? നേരത്തെ ചേകനൂരികളൊന്ന് പ്രസംഗിച്ചു പോയില്ലേ? ചേകനൂരികൾ അവർക്കെന്താ പ്രമാണമൊന്നും വേണ്ടാതാ, ഇതൊന്നും വേണ്ട, ഇതൊന്നും സ്വീകരിക്കണ്ട. ചേകനൂരിയാകാ, യുക്തിവാദിയാകാ, ഇതാ അതുപോലെ തന്നെ മടവൂരിയാകാ. ഞാൻ വലിയ ചെലവില്ല മക്കളെ.
അത് വലിയ ചെലവില്ല. ഇവര് മതം മറന്നുപോയി, ദീൻ മറന്നുപോയി, ദീനുൽ ഇസ്ലാം മറന്നുപോയി. അതുകൊണ്ട് ഇവരെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇവരെ ഒന്ന് ഓർമ്മിപ്പിക്കുക. നമ്മള് എവിടെ നിന്ന് ഓർമ്മിപ്പിക്കുന്നു? ഇവരുടെ പഴയ പുസ്തകം. ഇത് ഞാൻ എടുക്കുന്നത് എന്തുകൊണ്ടെന്നറിയുമോ? സൽസബീൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉയർത്തി കാണിച്ചു. ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ ലേഖനം ഉയർത്തി കാണിച്ചു. ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ദീർഘകാല അമരക്കാരനായിരുന്ന ഡോക്ടർ ഉസ്മാൻ സാഹിബ് എഴുതിയ ലേഖനം ഈ താനാളൂരങ്ങാടിയിൽ നിന്ന് ഉറക്കെയൊന്ന് വായിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന വെല്ലുവിളി സ്വീകരിക്കാൻ നട്ടലില്ലാതെ പോയ മടവൂരികള്, നിങ്ങൾക്ക് വേണ്ടി അടുത്ത പുസ്തകം ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ പുസ്തകം ആരെഴുതിയാണെന്നറിയുമോ? CP ഉമർ സുല്ലമി എന്ന നിങ്ങളുടെ വസീയ് KP വസീയത്ത് ചെയ്ത് എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ. അങ്ങനെയാണല്ലോ പണ്ടും അബ്ദുല്ലാഹിബ്നു സബഹ് പ്രശ്നം ഉണ്ടാക്കിയത്. ആ അബ്ദുല്ലാഹിബ്നു സബഹ് അന്ന് വന്ന് പറഞ്ഞത് അബൂബക്കർ അധികാരം തട്ടിക്കളഞ്ഞു, ഉമർ അധികാരം തട്ടിയെടുത്തു, ഉസ്മാൻ ഇപ്പോഴും ആ കസേരയിലാണ്, എന്നാ മുഹമ്മദ് നബി വസിയത്ത് ചെയ്തു പോയ ആൾ അലിയാർ തങ്ങളാണ്. ആ പ്രശ്നം പറഞ്ഞുകൊണ്ടാണല്ലോ ആദ്യം അബ്ദുല്ലാഹിബ്നു സബഹ് എന്ന ജൂതൻ ഇസ്ലാമിക സമൂഹത്തിലേക്ക് കടന്നു വന്ന് ഇസ്ലാമിക സമൂഹത്തിൽ പിളർപ്പുണ്ടാക്കിയത്. ഇതിന് തത്തുല്യമായ നിലക്ക് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ കടന്നു വന്നിട്ട് അതേ KP പറഞ്ഞ വസിയാണ് നമ്മുടെ സുല്ലമി, ഉമർ സുല്ലമി എന്ന് വാന്ന് പറഞ്ഞിട്ട് നാട് നീളെ പ്രചരിപ്പിച്ചില്ലേ? ആ ഉമർ സുല്ലമി ആയിരുന്നപ്പോൾ എഴുതിയ പുസ്തകമാണ് ഈ പുസ്തകം. എന്ന് താനാളൂരങ്ങാടിയിൽ ഉറക്ക വായിക്കാൻ ധൈര്യമുള്ള വല്ലമാരുണ്ടോ? ഈ അങ്ങാടിയിൽ നിന്നൊന്ന് ഉറക്ക വായിക്കുമോ? എന്താ സംഭവം? നിങ്ങൾ വായിക്കൂലെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾക്കിനി വായിക്കാൻ കഴിയില്ല. നിങ്ങൾ മതം മറന്നുപോയി, നിങ്ങൾ ഖുർആൻ മറന്നുപോയി, നിങ്ങൾ ഹദീസ് മറന്നുപോയി. എന്താണ് ഇതിലുള്ളതെന്നറിയോ? ഉറക്കത്തിലെ ഭയപ്പാടും ദുസ്വപ്നവും. ആരാ പറയുന്നത്? ഉമർ സുല്ലമി എഴുതുന്നു. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു? നിങ്ങൾ ആരെങ്കിലും ഉറക്കത്തിൽ ഭയപ്പെട്ടാൽ അവൻ ഇങ്ങനെ പറയട്ടെ. ഒരാൾ ഉറങ്ങുമ്പോ പേടിച്ചാൽ എന്ത് പറയണം? അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ഗളബിഹി വശർരി ഇബാദിഹി വമിൻ ഹമസാതി ശയാതീൻ വഅയ്യഹ്ദുറൂൻ. എന്താണ് അതിന്റെ അർത്ഥം? അള്ളാഹുവിന്റെ പൂർണ്ണവചനങ്ങൾ കൊണ്ട് അവന്റെ കോപത്തിൽ നിന്നും അവന്റെ അടിമകളുടെ ദേഷ്യത്തിൽ നിന്നും ഞാൻ കാവൽ തേടുന്നു. ഇനി അടുത്ത വാചകം കേട്ടോടെ, അത് കേട്ടോടെ. പിശാചുക്കളുടെ ബാധകളിൽ നിന്നും അവരുടെ സാന്നിധ്യത്തിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. പിശാച് ബാധയിൽ നിന്ന് അല്ലാഹുവേ ഞാൻ രക്ഷ തേടുകയാണ്. അതുപോലെ തന്നെ ആ പിശാചുക്കൾ ഹാളിറാകുന്നതിൽ നിന്ന് ഞാൻ രക്ഷ തേടുകയാണ്. ഈ വാചകം ശംസുദ്ദീൻ പാലത്തിൻ്റെതല്ല, ഉമർ സുല്ലമി നമ്മുടെ വസീയ് ജനറൽ സെക്രട്ടറി, ആ സെക്രട്ടറിയുടെ വാചകമാണ്. ഇനി കേട്ടോ, ദുസ്വപ്ന ദർശനമുണ്ടായാൽ, ഒരാൾ ദുസ്വപ്നം കണ്ടാൽ ഇടതുഭാഗത്തേക്ക് 3 പ്രാവശ്യം പാറ്റി തുപ്പണം. വടവൂരി ബുദ്ധിക്ക് പറ്റുന്നുണ്ടോ? അപ്പുറത്ത് കെട്ടിയോളില്ലേ, പാറ്റി തുപ്പിക്കൊടുക്കുക. ഇടതുഭാഗത്തേക്ക് 3 വട്ടം. നാളെ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. പക്ഷേ പറഞ്ഞത് ശംസുദ്ദീൻ പാലത്തല്ല, സക്കരിയ സലാഹി അല്ല, നേരെ മറിച്ച് ഉമർ സുല്ലമിയുടെ പുസ്തകമാണ്. ഇടതുഭാഗത്തേക്ക് തുപ്പണം. പിശാചിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ തേടണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണം. എന്നിട്ടോ കിടന്ന ഭാഗത്ത് നിന്നൊന്ന് തിരിഞ്ഞു കിടക്കുകയും വേണം. എന്നാൽ അത് ഉപദ്രവം ചെയ്യുകയില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ബുഖാരിയും മുസ്ലിമും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ദുസ്വപ്നം കണ്ടാൽ പിശാചിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ തോടണം. അതുപോലെ തന്നെ തിരിഞ്ഞു കിടക്കണം. ഇടതുഭാഗത്തേക്ക് 3 വട്ടം പാറ്റി തുപ്പണം. അത് റസൂലുള്ള പഠിപ്പിച്ചതാണ്, ബുഖാരി മുസ്ലിമും പഠിപ്പിക്കുന്നതാണ്, അവരുദ്ധരിച്ചതാണ്. ഇത് നിന്ന് മടവൂരികൾക്ക് ഓർമ്മയുണ്ടോ? ഇല്ല. മടവൂരികൾ ഇത് മറന്നുപോയെങ്കിൽ വീണ്ടും ഉമർ സുല്ലമി എഴുതുകയാണ്. അടുത്ത ഹദീസ് മടവൂരികൾ മറക്കാതെ കേൾക്കേണ്ട ഹദീസ്. അബൂ മാലിക്കിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരാൾ തന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ, വീട്ടിലേക്ക് കയറുമ്പോ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലിജി വ ഖൈറൽ മഖ്റജ് ബിസ്മില്ലാഹി വലജ്നാ ബിസ്മില്ലാഹി ഖറജ്നാ വഅലല്ലാഹി റബ്ബനാ തവക്കൽനാ. ഈ വാചകം പറയണം. അല്ലാഹുവേ, ഗുണകരമായ പ്രവേശനവും ഗുണകരമായ പുറത്തിറക്കവും ഞാൻ നിന്നോട് ചോദിക്കുന്നു. അള്ളാഹുവിന്റെ നാമത്തിൽ ഞങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ഞങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിൽ ഞങ്ങൾ ബരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുകയും പിന്നെ സലാം പറഞ്ഞുകൊണ്ട് പ്രവേശിക്കുകയും ചെയ്യണം. അപ്പൊ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ ഈ പ്രാർത്ഥന പറയണം, സലാം പറയണം.
എന്നിട്ട് ഇതാ അടുത്ത ഹദീസ് കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരാൾ വീട്ടിൽ പ്രവേശിക്കുമ്പോഴും ഒരാൾ വീട്ടിലേക്ക് കടക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും അള്ളാഹുവിന്റെ പേര് പറഞ്ഞാൽ, ബിസ്മില്ല പറഞ്ഞുകൊണ്ടാണെങ്കിൽ, അള്ളാഹുവിന്റെ നാമത്തിലാണെങ്കിൽ